സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് ബദൽ സമരവുമായി CTU. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തുകയും തെറ്റിദ്ധാരണയിൽ വീണുപോയവർ തിരിച്ചു വരണമെന്ന് പ്രഖ്യാപിച്ചുമായിരുന്നു AG's ഓഫീസിന് മുന്നിലെ പ്രതിഷേധം. എന്നാൽ കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകിയിട്ടും ആശമാരെ വഞ്ചിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് സമരക്കാർ തിരിച്ചടിച്ചു. സമരം 19ാം ദിവസത്തിലേക്ക് കടന്നതിന് പിന്നാലെയാണ് ബദൽ സമരവുമായി ആശാ ഹെൽത്ത് ഫെഡറേഷൻ CITU വിഭാഗം AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തുകയും തെറ്റിദ്ധാരണയിൽ വീണുപോയവർ തിരിച്ചു വരണമെന്നും പ്രഖ്യാപിച്ചായിരുന്നു AG's ഓഫീസിന് മുന്നിലെ പ്രതിഷേധം. രാഷ്ട്രീയ പ്രേരിത സമരം അവസാനിപ്പിക്കുക. രാഷ്ട്രീയ പ്രേരിത സമരം അവസാനിപ്പിക്കുക. സർക്കാരിനെതിരെയുള്ള നുണപ്രചരണങ്ങൾ അവസാനിപ്പിക്കുക. എന്നാൽ CITU ഒരുക്കിയ ബദൽ സമരം തൊഴിലുറപ്പ് തൊഴിലാളികളെയും മറ്റ് സംഘടനാ ജീവനക്കാരെയും കുത്തി നിറച്ചുള്ള സമരമാർഗമെന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാർ തിരിച്ചടിച്ചു. കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകിയിട്ടും ആശമാരെ വഞ്ചിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് സമരക്കാർ വിമർശിച്ചു. അവർക്ക് ഇത്രയും ദിവസം സമരം ചെയ്യാൻ കഴിഞ്ഞില്ലല്ല. ഇപ്പൊ ഞങ്ങളുടെ സമരം വിജയിക്കുമെന്ന് കണ്ടപ്പോഴത്തേക്ക് അവരൊരു സമര പരിപാടിയായിട്ട് പ്രകസനത്തിനങ്ങ് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്, അല്ലാതൊന്നുമല്ല. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വന്നാലും ഇവിടെ അവരെ തരത്തില്ല. അവരുടെ ഖജനാവിൽ പണമില്ല എന്ന് പറയുമ്പോഴും 10 ദിവസം കൊണ്ട് നമുക്കിതെല്ലാം തന്നു തീർത്തു. എങ്ങനെയാണ് അവർ തന്നത്? അവരുടെ പണം എവിടെ നിന്നാണ് വന്നത്? ഇപ്പോൾ അവരിന് 100 കോടി രൂപ മാർച്ച് 31-നകത്ത് കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി പൈസ അത്രയും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ വളരെ ഞങ്ങളിപ്പോൾ സമരം ചെയ്തപ്പോൾ ഞങ്ങളുടെ കുടിശ്ശികയെല്ലാം ഓണറേറിയവും കുടിശ്ശികയെല്ലാം തീർത്തു തന്നു. ഇതൊരു 10-15 ദിവസം മുമ്പ് ഞങ്ങൾക്ക് തരാവുന്ന അവരുടെ കയ്യിലിരുന്ന പൈസയല്ലേ. പെട്ടെന്ന് കേന്ദ്രം അനുവദിച്ച പൈസ അല്ലല്ലോ, കേന്ദ്രം എന്നെ അനുവദിച്ച പൈസയാണ്. ഈ ഇത്രയും സമയം ഞങ്ങൾ ഈ വെയിലത്ത് വന്നിരുന്നു. ഈ 2 മണിയുടെ വെയിലെന്ന് പറയുമ്പോൾ നോക്കിയാണ് കണ്ട കയ്യും കാലും ഒക്കെ പൊള്ളിയായിരിക്കുന്നത്. ഒരേ വിഷയത്തിൽ ആശാവർക്കർമാർ ചേരിതിരിഞ്ഞ് സെക്രട്ടേറിയറ്റിന് സമീപത്തെത്തിയതോടെ സംഘർഷ സാധ്യത ഒഴിവാക്കാൻ സ്ഥലത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. ജനം, തിരുവനന്തപുരം.